തൃശ്ശൂർ സൂ കാണാൻ വന്നിരിക്കുകയാണ്. തൃശ്ശൂർ സൂവിൽ എൻ്റെ വീട്ടിലെ ചിലവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഓരോ കാണട്ടെ അവിടെ പോയിട്ട്. ഉപ്പിലിട്ടതുണ്ട് ഇവിടെ. വേണ്ട, ഉപ്പിലിട്ടിട്ടുണ്ട്, നമുക്ക് ഉപ്പിലിട്ട് കഴിക്കാം. ഉപ്പിലിട്ടത് പിന്നെ കഴിക്കാൻ പോവാം. അപ്പോൾ ഗൈസ് നമ്മളിതാ 20 രൂപ ടിക്കറ്റ് എടുത്ത് കയറിയിട്ടുണ്ട്. 20 രൂപയ്ക്കുള്ള കാഴ്ച അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. നമ്മൾ ഇവിടെ മറ്റേ പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല കേട്ടോ. നമുക്ക് പോയി നോക്കാം. പ്ലാസ്റ്റിക് കൊണ്ടുപോകാൻ പോകാത്ത കാരണം ഉപ്പിലിട്ടൊന്നും മേടിക്കാൻ പറ്റിയില്ല. നമ്മളവിടെ പോയിട്ട് കാഴ്ചകൾ കാണട്ടെ. എൻ്റെ ചേച്ചിയും ഞാനൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു. നിങ്ങളിനി പറയും വീട്ടുകാരെ പറഞ്ഞു. വീട്ടുകാരെ ഉദ്ദേശിച്ച് ഞാനും കൂടി ഉള്ള വീട്ടുകാരിൽ അല്ലേ. ഇത് കാണാം. നല്ല തിരക്കുണ്ടെന്ന് സൺഡേ ആയതുകൊണ്ട് കേട്ടോ. മനസ്സിലായിട്ടുള്ള തിരക്കുണ്ട് ഗൈസ്. പോവാം. ഇപ്പം തന്നെ ഇവിടെ വെള്ളമുണ്ട്. അത് നമ്മൾ ചവിട്ടാണ്ട് പോകണം കേട്ടോ. അതാണ് നമ്മുടെ ചടങ്ങ്. അങ്ങനെ കുറേ ആൾക്കാർ നടന്നു പോകണം കാണാം. അപ്പോൾ ഫസ്റ്റ് കാണുന്നത് നമ്മൾ എന്തിനാണ്? മോതിരത്തത്ത. അത് കാലുമൊക്കെ വെള്ളമായി ഗൈസ്. ഈ കുളിക്കാത്ത കാരണേ കാലുമ വെള്ളമായി. ഭയങ്കര അലർജിയാണ്, അലർജി. അപ്പോൾ മോതിരത്തത്തേനെ നമുക്ക് കാണാം. മോതിരത്തത്ത ഉണ്ടോയെന്ന് അറിയില്ല. യെസ്, മോതിരത്തത്ത ഇരിക്കുന്നുണ്ട്. മോതിരം ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് നോക്കാം. മോതിരം ഇട്ടിട്ടുണ്ടോ? മോതിരൊന്നും കാണാല്ലേ. എൻ്റെ കാലിന് ചോപ്പ് കളറുണ്ടല്ലോ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഗൈസ് മോതിരത്തത്തെ അടുക്കി പോയപ്പോൾ ഞാൻ കഴിയുമ്പോൾ മോതിരമൊന്നും കണ്ടില്ല. എൻ്റെ മോതിരം കണ്ട് ഞാൻ ആശ്വസിച്ച് ഇങ്ങോട്ട് പോന്നു. നിങ്ങൾ വിചാരിക്കും ഇത്ര ചളി പറയുന്നു വിളിഞ്ഞു ചോദിക്കും. ചളി എനിക്കൊരു വീക്ക്നെസ്സാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അല്ല. അപ്പോൾ നമുക്ക് അടുത്ത സാധനം കാണാൻ പോകാം. ഓക്കെ, നെക്സ്റ്റ് വൺ പഞ്ചവർണ്ണത്തത്ത. നമുക്ക് നോക്കാം. ഓക്കെ, പഞ്ചവർണ്ണത്തത്തിന് ഈ ഫോട്ടോയിൽ കാണിച്ചോളൂ. അവിടെ ഉണ്ടാവും ചിലപ്പോൾ ചാൻസ് ഇല്ല. നോക്കട്ടെ. പഞ്ചവർണ്ണ വേറെ തത്തിരിക്കുന്നുണ്ട്. പഞ്ചവർണ്ണത്തിനാണല്ലേ എൻ്റെ കഥ. ഇവിടെ വെറുതെ വന്നാണോ? ആ പഞ്ചവർണ്ണത്തത്തിൻ്റെ ഉള്ളൊരു അണ്ണായിരിക്കുന്നുണ്ട്. സൂം ചെയ്യൂ. ഉണ്ടോ? ഇരിക്കുന്ന മുതലുണ്ടോ? കാണുന്നില്ലെങ്കിൽ ക്ഷമിക്കണം, ഗ്രില്ലായോണ്ടാണ്. ആ ഇരിക്കുന്ന മുതലാണ് അണ്ണാൻ. പഞ്ചവർണ്ണത്തത്ത പറഞ്ഞ് പറ്റിക്കുക മനുഷ്യന്മാരെ. ഇവിടെ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പുത്തൂർ ഒരു സൂ തുടങ്ങുന്നുണ്ട്. തൃശ്ശൂരിൻ്റെ തിരുവനന്തപുരത്തിനായിട്ടൊക്കെ വലുതാണെന്നാണ് നമ്മുടെ തൃശ്ശൂർക്കാർക്ക് അഭിമാനിക്കാൻ പറ്റിയ നിമിഷമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വലിയൊരു സൂ ആണ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് അതുകൊണ്ട് ഇവിടുത്തെ കുറേ സാധനങ്ങളൊക്കെ അവിടേക്ക് മാറ്റിയിട്ടെന്ന് അറിഞ്ഞു. പക്ഷേ ഒരു വ്ളോഗറായി ഞാൻ വരണമല്ലോ. തൃശ്ശൂരിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ. തൃശ്ശൂരിലെ സൂ പുത്തൂർക്കരയ്ക്ക് പുത്തൂർക്ക് മാറ്റുമ്പോഴൊരു പ്രത്യേക കാഴ്ചകൾ കാണിക്കാം. പുത്തൂരെത്തിയിട്ട് ഈ വീഡിയോ 2 ദിവസങ്ങളിലും ആ വീഡിയോ അവിടെ തുടങ്ങിയിട്ടിടാം. ഓക്കെ, പോവാം ഗൈസ്. പേരെന്താ? റിയ. റിയ 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 പിന്നെ അവരെന്നെ നോക്കണം. അടുത്ത ചേച്ചിമാരൊക്കെ പ്രാന്താന്ന് വിചാരിക്കുന്നില്ല. റിയ മോളെ, അമ്മയുടെ കുട്ടി വാടി ചുങ്കിരിയേ. ചുങ്കിരി വാടി. കുറേ റിയകളുണ്ട്. ഒരു റിയ മാത്രം തന്നെ. ഇവൾക്ക് അഹങ്കാര. ഓ, അവിടെ ഒരാൾ നടക്കണമെങ്കിൽ പൊട്ട വേണം ഗൈസ്. ഇവിടെ എന്താണെന്നറിയില്ല, നല്ല നാറ്റമുണ്ട്. എന്ത് നാറ്റം? ആ ചേച്ചിമാർ ബിഗ് ബോസ് എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് കല്ലെടുത്ത് അറിയുന്നൊന്നും മോന്തമ്മക്ക്. ഇവളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റ ഇറാൻ ബിഗ് ബോസിൽ എന്തല്ലേ അതേ എന്നിട്ട് ഒറ്റ പടച്ചെടുത്ത് എന്നിട്ട് വരണ്ടായിരുന്നുണ്ട് ഞാൻ. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. റിയക്ക് അത്ര വലിയ റിയ മോൾ. റിയനെ ഒന്നും കൊണ്ടുപോയിട്ടില്ല കേട്ടോ ഇവിടുന്ന്. റിയ അങ്ങനെ വിരിക്കി ചിറക്. ഇതാണ് മയില. വിരിക്കാൻ ചിറക് വിരിക്കുമോ? അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ മൂന്നാമത്തത് കാണാൻ വന്നിരിക്കുന്നുണ്ട്. കന്യാസ്ത്രീ കുക്ക. എന്ത് നോക്കൂ? കന്യാസ്ത്രീ കുക്ക ആണ്. കന്യാസ്ത്രീ വെള്ളി കറുപ്പിട്ടാണോ ഉദ്ദേശിച്ചത്? കന്യാസ്ത്രീന്ന് എന്തുകൊണ്ട് വെള്ളയാണല്ലോ കന്യാസ്ത്രീമാരുടെ അല്ലേ? ഇല്ല കേട്ടോ എന്തിട്ട് പൊക്കാന്നത്. എന്തെങ്കിലും പൊക്കാട്ടെ. ഫോക്കസ് വരും. ഇതാണ് കന്യാസ്ത്രീ കുക്ക കേട്ടോ. നമുക്ക് അടുത്തേക്ക് പോവാം. ആണ് നമ്മുടെ തൃശ്ശൂരുള്ള പരുന്ത്. തൃശ്ശൂർ പരുന്ത്. ഇതാണ് തൃശ്ശൂരുള്ള ചക്ക. തൃശ്ശൂർ ചക്ക. ചക്ക നോക്കിയിട്ട് പരുന്ത് വെള്ളറക്കുന്ന സീനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയം നന്ദന. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച കൂമൻ. 3 കൂമനുണ്ട് കേട്ടോ. കൂമൻ 3 കേട്ടോ. കുറേ ഉണ്ട്, അധികം ഉണ്ട്. ഞാൻ കണ്ടില്ലേ? 1 2 3 5 6 7 8 കുറേ ഉണ്ട് തോന്നുന്നുണ്ട്. 2 3 ഇഷ്ടം പോലെ ഉണ്ട്. പഠിക്കുന്ന ഇതാണ് വെള്ളത്തിൽ പോകുന്ന താറാവ്. അരയന്നം, കുക്ക്. ഏതെങ്കിലും ഒരു നിങ്ങൾ എടുത്തോ. നമുക്ക് തൊടാൻ പറ്റും. ഒന്നും ചെയ്യില്ല. അത് ജീവനുള്ളതാട്ടോ, പക്ഷെ ഒന്നും ചെയ്യില്ല. ഓക്കെ, ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ. പണ്ട് ഇവിടെ നിറച്ച് കാഴ്ചകളായിരുന്നു. ഇപ്പോൾ ആൾക്കാരെ മാത്രമേ കാണാനുള്ളൂ, മനുഷ്യന്മാരെ. വേറെ ഒന്നിനും കാണാനില്ല. ഞാൻ എൻ്റെ ചേച്ചീനെയും എന്നെയൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ എത്തിയിട്ടില്ല. അതിൻ്റെ സെക്ഷനിലേക്ക് എത്തണുള്ളൂ കേട്ടോ.
എന്നെ പോലുള്ളൊരു കുറുക്കുണ്ട് ഇവിടെ, കള്ളത്തരമുള്ള കയ്യില്. കണ്ണു ഞാൻ വന്നത് കണ്ണു ഓർക്കണം. കുറുക്കനെ കണ്ട മോനെ വാ നിന്നെ വിളിക്കണം. എന്താ അതിന് എന്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവരെ കണ്ട ഇവിടെ ഇത് കുറുക്കൻ. നിങ്ങൾക്ക് കണ്ടെങ്കിൽ കണ്ണൂർന്ന് കണ്ടോളൂ കൈസ്, അല്ലാണ്ട് കുറുക്കനെ കണ്ണൂർക്കണ കാണാനില്ല. പൊട്ടം വേണം, കുറുക്കനെ കണ്ടത് മതി. അപ്പൊ നമ്മൾ മുള്ളില്ലാത്ത മുള്ളമ്പതിനെ കാണാൻ വന്നേക്കാന്ന് പറയാൻ പറഞ്ഞു. മുള്ളമ്പന്നി ഹേ മുള്ളൊന്നും കാണാനില്ല കേട്ടോ. ഓഹോ കൊള്ളാലോ, നല്ലതാ. മതി മതി. മുള്ളമ്പതിയൊക്കെ പണ്ടുണ്ടായിരുന്നു, ഒന്നുമില്ല എന്ന് പറഞ്ഞു കേട്ടോ. ഇവിടേക്ക് ഈ ആളല്ല അല്ല, മ്യൂസിയമാണ്. മ്യൂസിയം ഇതാണ് മ്യൂസിയം കേട്ടോ. മ്യൂസിയത്തിൽ കയറാനായിട്ട് വേറെ പൈസ വേണം പോകുന്നുണ്ട്. അതില്ലേ മയിലൊന്നും കാണില്ലേ, മയിലിനൊക്കെ കാണാൻ പോകുന്നുള്ളൂ. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ നമ്മൾ മൃഗങ്ങളെ മാത്രം കാണാറുള്ളത്. പക്ഷേ ആർട്ട് മ്യൂസിയം ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഇവിടെ ടിക്കറ്റ് വേറെ ഉണ്ട് കേട്ടോ. അവിടെ 20 രൂപ കൊടുത്തിട്ട് കയറാം. ഇവിടെ ഒരു 10 രൂപ, ഒരാൾക്ക് ടിക്കറ്റ് 10 രൂപയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാഴ്ചകളെന്നൊക്കെ കാണാം. എന്താണ് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കയറിയിട്ടില്ല. ഇവിടെ കുറേ വിളക്ക് ഞാൻ ചോദിച്ചു കയറുമ്പോൾ തന്നെ ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു പറഞ്ഞു വിളക്കുകൾ, പഴയ കാലത്തെ വിളക്കുകൾ, അങ്ങനത്തെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ഭയങ്കരമായിട്ട്. ഓ മൈ ഗോഡ് ഗൈസ്, ക്യാമറമാൻ ശരിയായിരുന്നു. ഞാൻ ഇവിടെ കാണിക്കാൻ പറഞ്ഞപ്പോൾ നടക്കില്ല, ഇവിടെ കാണിക്കണമെന്ന് പറഞ്ഞു. എന്താ ഇവരെന്താ വിഷ്ണുമായ ഇപ്പോഴത്തെ വിഷ്ണുമായ അങ്ങനെ ഒരു സ്വാമിയില്ലേ, ആ ആളാണെന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ എഴുതി വെച്ചത് ഇനി 6 കിലോ എനിക്ക് അറിയില്ല കേട്ടോ. കണ്ടത് ഞാൻ തോന്നി അല്ലേ. എന്തൊക്കെയുണ്ടല്ലോ സംഭവമൊക്കെ ഉണ്ടാക്കി. എനിക്കറിയില്ല, എനിക്കറിയില്ല. ഞാൻ വായിക്കുന്നത് വിളിച്ച് പറഞ്ഞില്ല, എന്നെ കമൻറ്റ് തീർന്ന് പറയരുത്. ഓക്കെ, അടുത്ത നമുക്ക് ഇത് വിഷ്ണുമായ തന്നെയാണ് ചേട്ടാ. ഓക്കെ, അപ്പോൾ ആണ് ആ ചേട്ടൻ പറയുന്നത്. രണ്ടാമത്തെ വന്നത് ശ്രീദേവി. ശ്രീദേവി ദേവിയാണ് ഉദ്ദേശിക്കുന്നത്. ദേവി എന്നെ കണ്ടോ അതോ ശ്രീദേവിയെ കുറിച്ചിരിക്കണം. അപ്പോൾ ശ്രീദേവിയാണിത്. ശ്രീദേവിയെ കുറിച്ച് പറയാൻ ഇത് വീടാണ്. ശ്രീദേവി അടുത്തിരിക്കുന്നു. വീണിട്ട് ഇതിൻ്റെ പൈസ കൊടുത്തിട്ട് ഇന്നലെ പോലെ ഇവിടെ വെച്ചിട്ട് കൊണ്ടൊരു പൊട്ടി കഴിഞ്ഞു. അടുത്തെന്ന് പറയുന്നത് എന്താണ് അനന്തവിഗ്രഹം. ഞാൻ ലേറ്റ് മലയാളം ഭയങ്കര അറിയാറുണ്ട്. ഈ ഇതിനുള്ളിലാണ് പൈസ തരുന്നത്. ഇതെന്താ സംഭവം? ഇങ്ങനെ പണ്ടത്തെ വിഗ്രഹമാണ്. പണ്ടത്തെ ഒരു അനന്തൻ വിഗ്രഹമാണ് കേട്ടോ. ഇത് 7 സംഭവം. അതിനാണ് അനന്തൻ എന്ന് പറയുന്നത്. ഇത് മഹാവിഷ്ണു ഇല്ലേ, മഹാവിഷ്ണു ശയിക്കുന്നത് 5 അല്ല 7ആണ്. 7ആണ് പണ്ട്. ഓക്കെ ശരി, 7 തലയുള്ള ആളാണ് നമ്മൾ മാറിക്കണേ. അടുത്ത് നമ്മൾ പോകുന്നത് എനിക്കാണ് കാണിക്കുന്നത്. എനിക്ക് ഉള്ളിൽ കാണിക്കുന്നത് ഓക്കെ സോറി. അടുത്ത് നമ്മൾ കാണുന്നത് ദ്വാരപാലകൻ. ദ്വാരപാലകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് പറയുകയാണെങ്കിൽ എനിക്കറിയില്ല. ആരാകുന്നത് ദ്വാരപാലകൻ കേട്ടിട്ടുണ്ടല്ലോ. ദീപാണ്. ഞാൻ ഇവിടെ നോക്കുന്നുണ്ട് അമ്പലത്തിലൊക്കെ ദ്വാരപാലകൻ്റെ കേസ്. ക്ഷമിക്കണേ ദൈവമേ, സോറി. അപ്പോൾ ഇതാണ് ദ്വാരപാലകൻ. ഞാൻ ചിക്കൻ തൊട്ടുണ്ട്, ഞാൻ ഇവരും തൊടുന്നില്ല. കാണുമ്പോൾ നമുക്ക് വരിക അല്ലേ. എനിക്ക് ഫോട്ടോ എടുത്തിയോ? കിട്ടിയോ? അടുത്തതാണ് മൂദേവി. നിങ്ങൾ എന്നെ വിളിക്കാറില്ലേ? ചില കമൻ്റ് ഒക്കെ ഇടാറില്ലേ മൂദേവിയാണ് വിളിക്കുന്നത്. അതിനിങ്ങനെ ഭൂദേവി, ഭൂമിദേവിയാണ് ഭൂദേവി. കട്ടി 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇതാ ഇതാണ് ഭൂദേവി, ഭൂമിദേവി. നമ്മൾ ഭൂമിദേവിനെ തൊട്ട് എണീക്കാൻ പറയില്ല രാവിലെ, അതിൻ്റെ ഒരു ആളാണ് കേട്ടോ ഭൂമിദേവി. അതുപോലെ തന്നെ മഹാവിഷ്ണു ഉണ്ട്, അതുപോലെ തന്നെ ശ്രീദേവി ഉണ്ട്. പിന്നെ നമ്മുടെ സിനിമയിലെ ചിലമ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്. പകൽപോലെ സിനിമയിലെ കാലങ്ങളുടെ ചിലമ്പ് ചിലമ്പുണ്ട്. പിന്നെ വെളിച്ചപ്പാട് ഉപയോഗിക്കുന്ന ആഭരണങ്ങൾ, വാളൊക്കെ ഉണ്ട്. വെളിച്ചപ്പാട് അങ്ങനെ തുള്ളില്ലേ അതിൻ്റെ ഇതുണ്ട്. പിന്നെ എന്താണ് ഹിന്ദു ക്ഷേത്രത്തിലെ ശ്രീകോവിലെ മാതൃക. ഇങ്ങനെ ഒരു മാതൃക വെച്ചിട്ടാണ് നമ്മുടെ അമ്പലങ്ങളൊക്കെ പണിയാന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ആരുണ്ട്? ഗണപതി, ശിവൻ, പാർവതി ശിവൻ, ആഞ്ജനേയൻ. അവരൊരു ഫുൾ എല്ലാ ഫാമിലി അടക്കമുള്ള അതെന്താ ഫാമിലി അടക്കമുള്ള ചിത്രമാണ് കേട്ടത്. നൈസ്. പിന്നെ മഹാവിഷ്ണു ഉണ്ട്, ഗരുഡനുണ്ട്. പിന്നെ ഇത്രേ ഉള്ളൂ. പിന്നെ ഇപ്പുറത്ത് ശിവനുണ്ട്, അറിയില്ല, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഗജലക്ഷ്മി. ഗജലക്ഷ്മിൻ്റെ ശിവൻ. ശിവന് കുറേ രൂപങ്ങളുണ്ടെന്ന് പറഞ്ഞ ശരിയാണല്ലേ ശിവന്? ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. മഹാവിഷ്ണുവിന് അതെ കുറേ രൂപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ വരുമ്പോൾ ഒരേ ശിലകൾ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എല്ലാവർക്കും വ്യത്യസ്തമായ മുഖങ്ങളുണ്ടെന്നുള്ളത്. കുറച്ച് സ്റ്റാൻഡേർഡ് നമുക്ക് ഇത് കൊണ്ടുവരാൻ വ്യത്യസ്തമുള്ള ആൾക്കാർ കൊണ്ടുവരുന്നതുകൊണ്ടാണ്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് എന്താ ക്ഷേത്രത്തിൽ പഴയ അനന്ത വിഗ്രഹം. 5 തലയുണ്ടോ? 5 തലയുള്ളൂ. നേരത്തെ അവർ 7 തലകൾ വേറെ ആരോ ഉണ്ടോ. അനന്ത വിഗ്രഹം എന്ന് പറഞ്ഞാൽ ചേച്ചി ഈ അനന്ത വിഗ്രഹം എന്ന് പറയുന്നത് അതെന്താ ശരിക്കും എന്താ സംഭവം? അപ്പോൾ അവിടെ ശരിക്കും 7 തലയുള്ളൂ.
യഥാർത്ഥത്തിൽ ആരാധിച്ചിരുന്ന വിഗ്രഹം പ്രതിഷ്ഠയിൽ അത് വർഷം ചെയ്യാൻ പറ്റാതായപ്പോൾ ഇതാക്കിയത് 1250-ലാണ് 1250 സിൽവർ വാർത്താണ് ഭാരതത്തിലെ അപൂർവ സിൽവറുള്ളത് അങ്ങനത്തെ അപൂർവ സിൽവർ ആകട്ടോ ഇതെടുത്ത് കൊണ്ട് കൂട്ടിക്കഴിഞ്ഞാലോ പൈസ നമുക്കുണ്ടാകും. പക്ഷെ അതിൽ നമ്മളെ അറക്കും. ഞാൻ പുറത്ത് പറഞ്ഞാട്ടോ നമ്മൾ അങ്ങനെ സ്കിച്ച് ചെയ്യൂ. വിഗ്രഹമാണ് വിഗ്രഹം. അതിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് പാത്രങ്ങൾ. ഇത് ചീന ഭരണി എന്നാണോ ഇത് ജനം മണം? ഇതാണ് നമ്മുടെ എന്ത് ഭരണി ആണോ? കുഴപ്പമില്ല. 1912-ലാണ് അയ്യന്മേനെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പ്രതിഷ്ഠയുടെ പദ്ധതി ചെയ്തത്. അതായത് കൊച്ചി രാജകുമാരുടെ സ്ഥാനം വെച്ചൊഴിഞ്ഞാൽ കൊച്ചി 15-ാം രാജാവിൻ്റെ മകനാണ് അയ്യന്മേനൻ. അദ്ദേഹത്തിൻ്റെ വസതി ചെയ്യുന്നത് അതിന് പിന്നെ റെനോവേറ്റ് ചെയ്തിട്ടുണ്ട് 1912. അതായത് ഇതൊക്കെ ഇറ്റാലിയൻ ഡിസൈൻസിലുള്ള ടൈൽസുകൾ ഇതിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇരുമ്പിന്റെ ബീമാണ്. ഇരുമ്പിന്റെ ബീമാണ് 13 റൂമുകളുണ്ട്. അപ്പൊ വസതിയല്ല കൊട്ടാരം. കൊട്ടാരം അയ്യന്മേനന്റെ ബംഗ്ലാവ് എന്ന് പറയും. കൊട്ടാരം എന്ന് പറയുന്നത് അപ്പുറത്തെ കൊല്ലംകോട് കൊട്ടാരം, ശക്തൻ കൊട്ടാരം, വടക്കേ ശക്തൻ കൊട്ടാരം. ഇത് കൊല്ലംകോട് കൊട്ടാരം, അപ്പുറത്തുള്ള ഇത് വസതി. കുറ്റിയാനത്ത് നാരായണനാണ് ആളെ പേര്. അദ്ദേഹത്തിന്റെ വസതി ഞാൻ നമ്മുടെ ഈ കഴിഞ്ഞ ബിഗ് ബോസിലുണ്ടായിരുന്നു. ഞാൻ യൂട്യൂബ് ചാനൽ കൊണ്ട് നടക്കുന്നു. അപ്പോൾ പ്രദർശന തുടരുത്. ഇവിടെ തൊട്ടടുത്ത് ഇരിച്ചിട്ടുണ്ട്. ചേട്ടാ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നമ്മുടെ ഓക്കെ ബൈ. ഇതെന്താ ഇത് ചീഞ്ഞപരടി. ഇത് അത് നല്ല ചീന മാറ്റം വരുന്നുണ്ട് ഇവിടെ ചീനപ്പരടിയിൽ. ഇത് എന്തോ എന്തോ തുടരുന്ന എന്തോ എഴുതി വെച്ചോളൂ. തുടരുന്ന ഇതിനുള്ളിൽ പറഞ്ഞ സ്ഥിതിക്ക് തൊട്ടാലോ ഓ ചീനഭരണിന്ന് പോലെ എഴുതിയത് ചൈനഭരണിന്നാണ് എഴുതിച്ചത്. അപ്പം എന്തായാലും ഇത് ഇത് ചീന കത്തി എന്നല്ല ചീന കത്തി അതാ ഉദ്ദേശിക്കുന്നത്. ഈ ചീന എന്ന് പറയുന്നതല്ലേ ചൈനയാണ് ആണല്ലേ? അപ്പം ചൈനയിൽ ഉദ്ദേശിക്കുന്നതാണ് ചീന എന്ന് പറയുന്നത്. എൻ്റെ കൂടെ വന്ന ആൾ പറയുന്നത് ഈ കത്തി കൊണ്ടാണ് രാജാവ് ആദ്യം പടം നയിച്ചിരുന്നത്. എന്തോ ഇരിപ്പിടാണെന്ന് തോന്നുന്നുണ്ട്. ഇരിക്കാൻ പാടില്ല എന്നൊക്കെ എഴുതിച്ചത്. പക്ഷേ തൊട്ട് എന്താ സംഭവം എനിക്കറിയില്ല. അതോടെ എഴുതി വെച്ചിട്ടുണ്ടോ എന്താ സാധനം? ദ്വാരപാലികവരൊക്കെ ദ്വാരപാലികന്മാരാണ് നമ്മളവിടെ നിന്ന് നയിച്ചു കൊണ്ടിരിക്കുക. ഇവിടെ ആരും മുകളിലുണ്ട് കേട്ടോ. ഏതോ പണിക്കര തിരിച്ച് പോകണം തോന്നുന്നുണ്ട് വഴി. ഓ ഇവിടെ ഇവിടെ പോയിക്കുണ്ട് കാഴ്ചകൾ മുകളിൽ കയറാം കേട്ടോ. മുകളിൽ കയറണേ വയ്യ. അപ്പോൾ നമ്മൾ ചേട്ടൻ പറഞ്ഞു 1912-ലാണ് ഈ വസതി ഇതാക്കിയത്. നടന്ന് കയറി ഭയങ്കര ചൂട് വസതി പറയുന്നത്. നമ്മൾ ഇതിനുള്ളിൽ കയറുമ്പോൾ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബാണ് കേട്ടോ. അല്ലാതെ എന്തുകൊണ്ട് കാണാം. പക്ഷേ ചങ്ങലവട വട്ട സോറി വടയല്ല. പിന്നെന്താ ലക്ഷദ്വീപം ലക്ഷ്മി സോറി ലക്ഷദ്വീപ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഇതൊക്കെ നല്ല വെറൈറ്റി സംഭവങ്ങളാണ് കേട്ടോ. അല്ലാതെ അതുപോലെ വിളക്ക് നമ്മുടെ പണ്ടൊക്കെ വിളക്കൊക്കെ നല്ല നല്ല പൈത് നല്ല കണ്ടിട്ട് നല്ല കാര്യത്തോടെ മേടിച്ചിട്ടുണ്ട്. അയ്യോ തുടരുന്നില്ല തുടര് വിളക്ക് സോറി ഇതൊക്കെ നല്ല വിളക്കുകളാണ്. ഇത് ഗോപുര വിളക്ക്. ഗോപുരത്തിന് വരുന്ന വിളക്കാണ് ഗോപുര വിളക്ക്. ഇത് തുടരുന്നത് ഇതിൻ്റെ ആ വിളക്കിൻ്റെ വലുതാണ് ഈ വിളക്ക് വലിയ വിളക്ക്. ഓക്കെ ഇതൊക്കെ വരുന്നുള്ളൂ. ഇതാണ് ഗരുഡ വിളക്ക്. ഇത് ഒക്കെ ഫുൾ സെയിം തന്നെ. ഇത് ഗരുഡ വിളക്ക് ഗരുഡത്തിൻ്റെ വിളക്ക്. ബാക്കി നമുക്ക് എനിക്കൊരു ARM സിനിമ ഓർമ്മ വരുന്നുണ്ട്. ഇങ്ങനെ ഇത് കാണുമ്പോൾ അല്ലേ ഒരു പ്രത്യേകതരം താമരപ്പൂ വിളക്ക്. അടിപൊളി. താമരപ്പൂ കൊണ്ടുണ്ടാക്കിക്കൊണ്ടാണ് വിളക്കുന്നത്. നല്ല താമരപ്പൂ നിൽക്കുന്നുണ്ടോ? അതുപോലെ ഇതളുകളായിട്ട് നിൽക്കുന്നുണ്ടോ? താമരപ്പൂ വിളക്ക് നൈസ് വലിയ വിളക്കുകളൊക്കെ ഉണ്ട്. നൈസ് നല്ല അടിപൊളി. ഈ ഇവിടുത്തെ ഈ ഇത് മാത്രം നമുക്ക് കൊണ്ടുപോയിട്ടില്ല. ബാക്കിയുള്ള മൃഗങ്ങളും കാണാൻ ഇതൊക്കെ ഇവിടെ വെക്കാനുണ്ട്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഈ വിളക്കുകളാണ്. വിളക്കുകൾ പറയേണ്ടത് നൈസ് മതി കണ്ടത്. നിങ്ങൾ ഇവിടെ വന്ന് കണ്ടാൽ മതി. നോക്കി ഏറ്റവും പ്രായതുണ്ട്. മിനി കൈ കണ്ട് ക്യാമറയിൽ
വിളക്കുകളുടെ ഒരു മഹാസാഗരത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് എനിക്കറിയാം എനിക്ക് ഗംഗേനെ വന്നത് നമുക്കിനി എല്ലാ ഇത് മാമല്ല അതുപോലെ ഈ വിളക്ക് ആ വിളക്ക് പ്രാന്തായി എനിക്ക് നമുക്ക് ഇനി അടുത്ത സെക്ഷനിൽ പോകാം. ഞാൻ പണ്ട് ഓർണമെന്റ്സ് ഒക്കെ എടുത്തിരുന്നത് എൻ്റെ അമ്മൂമ്മമാരൊക്കെ ഓർണമെന്റ്സ് എടുത്തിരുന്നത് ഇതിലായിരുന്നു കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ വരും അടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ കോല് കാണിച്ചു തരാം. ഈ കോലോട് മുത്തശ്ശൻ നമ്മൾ സ്വർണ്ണം പണയമൊക്കെ എടുക്കുമ്പോൾ അടി പടക്കാം ആ കോലാണ് ഇത്. അപ്പോൾ നമ്മൾ പറയും ഈ ചെരുപ്പിട്ടാണ് മുത്തശ്ശൻ വരിക. ചെരുപ്പിട്ടാണ് ടിഗിൻ എന്ന ശബ്ദം ഉണ്ടാക്കി വരും. അപ്പോൾ നമ്മളിങ്ങനെ തൊഴുത്ത് നിൽക്കണം. ഓക്കെ, നമ്മളോട് പോകാൻ നിറച്ച് കാഴ്ച കേട്ടോ. എനിക്ക് വയ്യ കാണിച്ചാൽ സത്യത്തിൽ നിങ്ങൾക്ക് പോരടിക്കും, എനിക്കും പോരടിക്കുന്നുണ്ട്. കുറേ വിഗ്രഹങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ പറയും മോളെ ഇതന്നെയുള്ള വേറെ വീഡിയോസൊന്നും ഇല്ല ചോദിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാം ഓടി കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ഈ ചിത്രങ്ങൾ വരച്ചോട്ട് സെലിബ്രേറ്റ് നമുക്ക് എൻ്റെ കഴിവ് പുറത്തേക്ക് വരുന്നത്. ഞാൻ ഭയങ്കര അപ്പോൾ ഇത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ കൊച്ചി മഹാരാജാവിൻ്റെ ചിത്രങ്ങളാണ്. തുണിയിൽ നെയ്തെടുത്തത്, അതും തുണിയിൽ നെയ്തെടുത്തതുണ്ട്. അതിനാണ് വെറൈറ്റി ചെയ്യുന്നത്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും നെയ്ത് അതൊക്കെ ഒരു വലിയൊരു കാര്യമാണ്. അല്ലെങ്കിൽ തുണിയിലൊക്കെ നെയ്തെടുക്കാൻ പറയുമ്പോൾ തന്നെ നമുക്ക് എന്നെ കൊണ്ട് പറ്റില്ല, ചെയ്യാൻ ചെയ്യും. ഇതൊക്കെ മനസ്സിലാക്കുന്നത് എല്ലാവരും പെയിൻറ്റിങ്സാൻ്റെ ഉള്ളൂ. തുണിയിൽ വെച്ചാണ് കേട്ടോ. ഇൻഡോനേഷ്യൻ ചിത്രങ്ങളാണ്. തുണിയിൽ വെച്ചതാണ്. അടിപൊളിയാണ് കേട്ടോ. അടുത്ത സെക്ഷൻ കണ്ടത് ഇതൊക്കെയാണ് സെക്ഷൻ കേട്ടോ. ഇതിവിടെ ആരോ മെഡിക്കൽ KCS മെഡിക്കൽ ഇതാരൊക്കെ വെച്ചാണ് എനിക്ക് നമുക്കൊന്നും അറിയില്ല. ഒരു വീടാണ് തോന്നുന്നത്. ഇതെന്തുവാണെന്ന് തോന്നുന്നു. ഇതിനെക്കുറിച്ച് വിശദമായി അറിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ 5G. അപ്പോൾ മുമ്പേ തീരുമാനിച്ചിട്ടുണ്ട് ക്യാമറ എന്തൊക്കെ കാണിക്കണേ. ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ക്യാമറ 5G ഇവിടെ 1912 ആള് പറഞ്ഞിട്ട് 5G വേണമെന്നുണ്ടോ. 5G രജിസ്റ്റർ ഉണ്ടോ? സുന്ദരി കാണിക്കി 56 അല്ല 5G ചെയ്യാവും. ഓക്കെ, ഇത് കാണാം. പക്ഷെ നിങ്ങൾക്ക് കണ്ടോ അറിയാം. ശരിക്കും ചേച്ചി ഞാൻ നടക്കുന്നത്. അപ്പോൾ ചിത്രങ്ങളൊക്കെ ഇത്രയുള്ളൂ. ചിത്രങ്ങളൊക്കെ കഴിയും നമ്മുടെ നമ്മൾ പണ്ടത്തെ ഒരു മൂവിയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ ഇങ്ങനത്തെ ഇതിൽ കൂടെ ഇറങ്ങിയിട്ടില്ല. നമുക്ക് നോക്കി നോക്കാൻ കമ്പടിച്ച് വീഡിയോ എന്നുള്ളത് വരും. നല്ല രസമൊക്കെ ഉണ്ടല്ലേ. നല്ല കമ്പനി കിട്ടും. നിങ്ങൾക്ക് വീട്ടിൽ ലാസ്റ്റ് ഇറങ്ങി നമ്മളിങ്ങനെ വരും. ക്യാമറമാൻ കൂടെ അറിയിട്ട് ഫോൺ എടുത്ത് തളിച്ച് ഇവിടെ തലി എടുക്കട്ടെ. ഇത്രേ ഉള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ഫോൺ അടക്കം വീഴും. അവിടെ തൊട്ട് വീണതാണ്. ഇനി വീഴാൻ വയ്യ. ഓഫ് കരും ഓഫി സൗദ ഓഫി ഞാൻ ചിന്തിക്കുന്നത് ഓഫി അത് നടക്കില്ലേ. അല്ല ആൾക്കാർ ഈ ഉള്ളിലാണ് പായസം വെച്ചിരുന്നത് അല്ലേ. ചെമ്പ് ചുമരുമൊക്കെ ചിത്രമൊക്കെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഐക്യ കേരള വിജയ കുത്തക കൊച്ചി അങ്ങനെ കൊച്ചി മഹാരാജ തിരുമനസ് കൊണ്ടു വീണാൾ വാഴട്ടെ. മലയാളം അല്ലട്ടത്. ഇത് വേറെ എന്തോ ഭാഷയൊക്കെ ഉണ്ട്. പുൽപ്പായലാണ് എഴുതി വെച്ചാണ്ട്. നൈസ്. ഇതും വേറെ എന്തോ ഭാഷകൾ ആണ്. പിന്നെ ഇവിടെ കല്ല് കൊണ്ട് നിർമ്മിതമായ എന്തൊക്കെ ഉണ്ട് കേട്ടോ. കല്ലുകൾ കൊണ്ട് ആരാവോ ഓ നൈസ്. ഇതൊരു തിരുമേനിയാണ് കേട്ടോ. പൂന്നൂറൊക്കെ ഇട്ടിട്ടുണ്ട്. പൂന്നൂറൊക്കെ തിരുമേനി. ഇത്രയേ ഉള്ളൂ കാഴ്ചകൾ ഇവിടുത്തെ. പിന്നെ ഇവിടെ നിന്ന് കിടന്ന് കാണുമ്പോൾ ഇവിടെ കാണാം എന്ത് മരം കൊണ്ടുള്ള അലങ്കൽ ചെടിയും പറ്റി. മലയാളം വായിക്കാറില്ല. നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നത്. ഞാൻ BA ഇംഗ്ലീഷായിരുന്നു എന്നൊക്കെ എന്നെ കാണാൻ മിസ്സുമാർ കണ്ട. നമ്മൾ BA മലയാളം പഠിച്ച കുട്ടിയാണ്. ഇത് അലങ്കാര ചെടി കൊണ്ട് ഉണ്ടാക്കിയ ഒരു പെട്ടി പോലത്തെ സംഭവമാണ്. ഒരു ആഭരണ പെട്ടി പോലത്തെ സംഭവം. ഓക്കെ, നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് വയ്യാണ്ടായി. നമുക്ക് വീണ്ടും സുവിശേഷം കാണിക്കാം. സൂവിലത്തെ മൃഗങ്ങളെ കാണിക്കാം. അതിൻ്റെ ഉള്ളിലാക്കിണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളുണ്ട് കാണാനോ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ അടച്ചു പൊട്ടിയിട്ടേക്കുക. വരണ കാണാനല്ലോ പുറത്തേക്ക്. ഭക്ഷണം കൊടുക്കാൻ ആണോ? ഇപ്പം പറഞ്ഞോട്ടെ ഭക്ഷണം കൊടുക്കാനായിട്ട്. ഒരു ചേട്ടൻ അതിൽ കൂടെ പോയി ആ ചേട്ടൻ കൊടുത്താൽ ഓക്കെ. അപ്പം പറഞ്ഞാൽ പിന്നെ വേറെ അപ്പീലില്ല. ഭക്ഷണം കൊടുക്കട്ടെ. വാ ചപ്പം അതിൻ്റെ കൂടെ ഇവരോടെ എന്താ പറയുന്നത് കൂട്ടം കൂടിയിട്ട് നോക്കിയേ നിറയുണ്ട്. ഉണ്ടോ ഉപ്പന്താടി മാനുകളൊക്കെ ശോഷിച്ചു ഗൈസ്. ഇവിടെ വന്നിട്ട് കണ്ടോ കണ്ടോ മാനൊക്കെ വയ്യാണ്ടായി. പാവം മാനേ മധുരക്കരിമ്പേ. ഇവിടെ കുറേ മ്ലാവുണ്ട് കേട്ടോ. മ്ലാവിനെ കണ്ടോ. മ്ലാവിന് മേത്തൊക്കെ എന്തോ കുഴി വന്നിട്ട് കേട്ടോ പാവങ്ങളല്ലേ. എന്താ അല്ലേ ഓരോരോ അവസ്ഥകളേ. നന്നായി ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷേ ഫുഡൊക്കെ വയ്യുണ്ട് ആൾക്ക്. എന്താ ഇവിടെ
അപ്പോൾ പോവാൻ മ്ലാവ് എന്നെ നോക്കി നിൽക്കുന്നു. എന്താ മോനെ സുഖമാണോ? മറിച്ചുണ്ട് ഗൈസ്. എന്താ പോസ് ചെയ്ത് നോക്കും ഗൈസ്. ഇതിന് കൊമ്പുണ്ട്, കൊമ്പുണ്ട്. കണ്ടോ കാണാൻ പോകുന്നത് എന്തിനാണ്? ഹിപ്പോപ്പൊട്ടാമസ്. നമുക്ക് നോക്കാം. വലുതാണ് കേട്ടോ. ഓടി എന്തുള്ളൂ മൂക്കാണോ രണ്ടാൾ ഉച്ചമയക്കത്തില്ല. വാഴയൊക്കെ പോയി എന്തുണ്ടാവുക? ഒന്നും ഉണ്ടാവില്ല. തിരിച്ച് കിട്ടില്ല. ഇത് ഞാൻ എൻ്റെ ചേച്ചി ഞാനും എൻ്റെ ചേച്ചിയാണ് കേട്ടോ. ഇത് നല്ല രസമുണ്ട് കാണാൻ. മതി ഫോട്ടോ എടുക്കും. എന്താ വലിപ്പം നോക്കി സാധനം കിടക്കണ കടപ്പ് കണ്ട ഗൈസ്. ഫോട്ടോസ് ആട്ടോ. അതിന് പുറത്തൊക്കെ കയറി ആനയുടെ പുറത്ത് കയറിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും തോന്നിട്ടാ അല്ലേ? ആനയുടെ പുറം പോലെ തന്നെ ശരിക്കും നോക്കിയേ കണ്ടോ. എന്താ കിടക്കണ കിടപ്പ്. ശരിക്കും ആന കിടക്കണ പോലെ വെള്ളത്തില്. ഈ പൂവിൻ്റെ പേരാണ്, ഈ മരത്തിൻ്റെ പേരാണ് നാഗലിംഗ മരം. ഈ വലിയൊരു കുണ്ട പോലത്തെ സംഭവം കണ്ടോ, അത് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കുക. കണ്ടോ ഈ ഇത് പൊട്ടിയിട്ടാണ് ഈ പൂക്കൾ ഉണ്ടാവുക. ഈ നിലത്ത് കിടക്കുന്ന പൂക്കളില്ലേ, ഈ പൂക്കളുണ്ടാവുക. ആ സംഭവം പൊട്ടിക്കുന്നു. ചെറുത് നല്ല നല്ല ഭംഗിയുള്ള പൂക്കളുണ്ടാവും. നല്ല ഭംഗിയായിട്ട് ഈ പൂക്കൾ നല്ല സ്മെല്ലുമാണ് കേട്ടോ ഈ പൂക്കളിന്. ഇത് ഫുള്ള് ആ മരത്തിൻ്റെ അത് മൊത്തം അങ്ങനത്തെ അതിൻ്റെ കായകളാണ്. ഇത് വലുതായിട്ട് ഈ ഒരു വലിപ്പം വെക്കും. ആ വലിപ്പമാണ് ആ വലിപ്പം. കണ്ടോ ഇത് ഈ വലിപ്പം. നല്ല വലിപ്പമുണ്ട് ഇത് കാണുമ്പോൾ. വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ചെറുതായിട്ട് തോന്നും, പക്ഷെ നല്ല വലിപ്പമുണ്ട് കേട്ടോ സാധനം. നമ്മുടെ സൂവിൻ്റെ അവിടെയുള്ള പാർക്ക് കേട്ടോ. ഈ പാർക്കിലേക്ക് പോയി വയ്യ. നടന്ന് ഈ പടികളും കയറി ഇറങ്ങി വയ്യാണ്ടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാമ്പിനെ കാണാൻ പോകാം. പാമ്പുണ്ടെങ്കിൽ കാണാം, അല്ലെങ്കിൽ മിണ്ടാണ്ട് ഇന്ന് വീട്ടിൽ പോകാം. ഈ കുളത്തിലായിരുന്നു കേട്ടോ മുതല ഉണ്ടായിരുന്നു. അപ്പോൾ മുതലൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്, കാണാനില്ല. ആമയൊക്കെ ഉണ്ടാ, ആമയും സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ മുതലേനെ കാണാനില്ല. വയ്യ മടുത്തു. ഇവിടെ എന്തൊക്കെയോ പണ്ടുണ്ടായിരുന്നു. ടുട്ടോ മിഥുനോ അതൊക്കെ അവിടെയാണ് തോന്നുന്നുണ്ട്. ഇവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇവിടെ ആരും ഇല്ല. ഞാൻ കയറിയിരുന്നാൽ വലുതാവും, അല്ലാണ്ട് വേറെ ഒന്നും ആവില്ല കേട്ടോ. ഞാൻ കയറിയിരുന്നാൽ എനിക്ക് എന്ത് പേരിടുന്നത് നിങ്ങൾ കമൻറ്റ് ബിലോ. ഓക്കെ, കമൻറ്റ് ബിലോ. തൃശ്ശൂരിലെ പുള്ളിമാൻ ഓപ്പോസിറ്റ് പപ്പുറത്ത് ചേർന്നു. നല്ല ഭംഗിയുള്ള പുള്ളിമാൻ അല്ലേ? നല്ല ഒരാൾ വെള്ളം കുടിക്കുന്നുണ്ട് പുള്ളിമാൻ. എൻ്റെ ഇടയിൽ കൂടെ വന്ന് പറഞ്ഞു ഇളവിലേക്ക് നല്ല രസമുണ്ട്. നമ്മൾ കുടിക്കത്തോ നല്ല ഭംഗി. അവർ കുടിക്കുന്ന കുടി കണ്ട മക്കുന്നു. അയ്യോ ഇത് കുറച്ച് വൃത്തിയുള്ള മാനാണ്. എന്നെ പോലെ പൈപ്പിൽ നിന്ന് മാത്രമേ കുടിക്കുള്ളൂ, ഇവിടുത്തെ വെള്ളമൊന്നും കുടിക്കില്ല. ഓക്കെ, ചീത്ത പറഞ്ഞേക്കാം. എന്താ അടിയാണോ? ആ ഒരു സുഖം. എന്തേ അപ്പൊ നമ്മുടെ മാംസ ബുക്കുകളെ നമ്മൾ കാണാൻ പോവാണ്. നമുക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ എൻ്റെ കൂടെ നാളെ പിന്നെ നോക്കട്ടെ എന്തൊക്കെയുണ്ട്. സിംഹമുണ്ട്, കടുവയുണ്ട്, പുള്ളിപ്പുലിയുണ്ട്, കാട്ടുപൂച്ചയുണ്ട്. അതൊക്കെ ഇവിടെ ഉണ്ടോന്ന് നമുക്കറിയില്ല. നമുക്ക് അവിടെ പോയി കാണാം. ബാ. സിംഹം കിടക്കുന്ന ക്ഷീണിച്ച് കിടക്കണം, ചത്ത് കിടക്കണമെന്ന് ഇതിനറിയാട്ടോ. അനങ്ങണ്ട ശ്വാസം കിട്ടണത്. ആ ഉണ്ട് അനങ്ങണ്ട്. അന ആ ഗ്രില്ലിട്ട കാര്യം ശരിക്കും കാണില്ലല്ലേ ഇതിനെ. എന്താ നോക്ക്, എനിക്ക് നിൽക്കുന്നുണ്ടല്ലോ. കണ്ടല്ലോ പുറത്ത് അറിയണ്ട. ഗൈസ്, സത്യത്തില് നല്ല പുലികളൊക്കെ അപ്പുറത്തുണ്ട്. ഉറങ്ങണ പുലികൾ ഇപ്പുറത്തേക്കിട്ടേക്കാണ്. എന്താ അവസ്ഥ അല്ലേ? ഉറങ്ങണ പുലികളൊക്കെ നമുക്ക് കാണിക്കും. നല്ല എനർജിയുള്ള പുലികളെ ആരും കാണിക്കാണ്ടിരിക്കുന്നു. എന്തോ പുലി മാന്തിക്കൊണ്ടിരിക്കുകയാണല്ലേ, പുള്ളിപ്പുലി.
എന്താ ഇരിക്കണ ഇരിപ്പ് ഇവരെ എനങ്ങണൊന്നും ഇരിക്കണം മാത്രം കാണാമല്ലോ ഫുൾ ടൈം അല്ലേ ഫുൾ ടൈം ഇരിക്കുക എനങ്ങണൊന്നും ഇല്ലല്ലോ ആ വാലിട്ട് എനക്കുണ്ട് ജീവണ്ടപ്പോ ഞാൻ വല്ല പൊമ്മ കൊണ്ടാണോ ഇവിടെയുണ്ട് അവിടെയുണ്ട് മുതൽ കണ്ടോ ഇരിക്കണ ഇരിപ്പ് കണ്ട സെയിം ഫേസ് കട്ട് അയ്യോടാ ഹായ് സുഖാണോ സുഖാണെന്ന് ഭക്ഷണം കഴിച്ചോ ഓ ഇതെന്താ അങ്ങനെ ആരും വൃത്തിയാക്കി തന്നില്ലേ വേസ്റ്റ് ഇട്ടിട്ട് കൊടുത്തേക്കാണ് പാവങ്ങളല്ലേ എന്തൊക്കെയോ അവിടെ നിന്ന് കഴിക്കണിട്ടോ എന്താ ഗൈസ് അതിനൊരു കണ്ണില്ല കേട്ടോ അതിനുണ്ടല്ലോ ഇല്ലേ കണ്ണുണ്ടെന്ന് തോന്നുന്നുണ്ട് എവിടെയും പേടിക്കത് കണ്ണില്ല പാവം അവിടെ അറിഞ്ഞുണ്ട് കേട്ടോ ഇവിടെ അറിഞ്ഞുണ്ട് ശരിക്ക് തല പൊക്കി രാജാവിനെ പോലെ നോക്കി നിൽക്കണ്ടോ അത് കറക്റ്റായിട്ടില്ലേ എന്താ നിൽക്കണം നിൽക്കും ആരുടെ നീ ആര് എത്ര വയസ്സുണ്ട് മുത്തച്ഛന് പ്രായം തോന്നുന്നുണ്ട് അത്രയും വയസ്സായിട്ടുണ്ട് പാട്ടിന് എന്താ നോക്കല്ലേ നിക്കണത് തല പൊക്കി പോസ് ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ടല്ലേ വായ തുറന്ന് പോണക്കിയതല്ലേ എന്താ നോക്കണ്ട എനിക്ക് എൻ്റെ പല്ലൊക്കെ ഉണ്ടായി പല്ലൊക്കെ ഉണ്ട് കേട്ടോ കുറേ കയറി പോണോക്കട്ടാ കയറി പോയി നോക്കാം നോക്കട്ടാ കയറി പോകുന്നുണ്ട് കേട്ടോ എന്താ സാധനം ഇനി കാണാൻ പോകുന്നത് പാമ്പിനാണ് ആ ഫോട്ടോയിലുള്ള പാമ്പ് കൂടി ഉണ്ടാവില്ല എന്നാണ് വിശ്വാസം പാമ്പിനെ കാണാൻ എന്തെങ്കിലും ഒരു പാമ്പിന് കുറെ കല്ലുകളുണ്ട് പാമ്പില്ല എന്താ അല്ലേ കണ്ടാ ഒന്നൊന്നര മുതലന്നെ ചിലപ്പോൾ ചത്തട്ട് കൂട്ടി വെച്ചാൽ കിടക്കണ കിടപ്പുണ്ട് ചേര ഉണ്ടാവും ചേര തലയിട്ട് പോകും ചേര പിന്നെ ഒന്നോടെ കാണുന്ന ചേരയാണല്ലോ അത് കുഴപ്പമില്ല മൂർക്കനാണ് ചേരയാണെന്ന് എനിക്കറിയില്ല കേട്ടോ മൂർക്കൻ തന്നെയില്ലേ ഇതാണ് തോന്നുന്നു എൻ്റെ വീട്ടിൽ കാണുന്ന മൂർക്കൻ ഇവിടെ കൊണ്ടിട്ടുണ്ട് അപ്പോൾ കൈസ് എൻ്റെ വീട്ടിൽ മൂർക്കനെ ഞാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ ഇതേ മഞ്ഞപ്പൊടി ഇട്ടുണ്ട് ചേര തൂപ്പിച്ച് നോക്കണ്ടല്ലോ ദൈവമേ ഇതാണ് ചേര ചേര ഒന്നര മുതൽ നീർക്കോലി നീർക്കോലി കാണുമ്പോ ഇതിന്റെ പോലെ മൂക്കന്റെ പോലെ ഇവിടെ എന്താ മൂക്കൻ എല്ലാം മൂക്ക് മാത്രമുള്ളൂ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൻ തോന്നുന്നത് എൻ്റെ അമ്മേ ഒന്നൊന്നര സാധനം കേട്ടാ എന്താ ഇവിടെ ലേറ്റ് അടിക്കണേ അണലി കിടക്കണുണ്ട് കൈസ് അണലി കടിച്ചപ്പതന്നെ ചാവൂല്ലേ അണലല്ലേ ചാവും നമ്മള് അണലി കഴിച്ച ചേര തലയുയർത്തി നോക്കി നിൽക്കുന്നു എന്താ മോനെ വിശേഷം സുഖാണോ എത്ര നാളെ കണ്ടിട്ട് വാടാ കുട്ടാ വാ ശങ്കുവരേന്ന് നോക്കി കൈസ് മൂക്കനല്ലേ മൂക്കനാണ്ടോ തെറ്റിപ്പോയി നല്ല മൂത്ത മൂർക്കൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഇതുപോലത്തെ മൂർക്കനായിട്ട് ഞാൻ തല കാണിച്ചില്ല അന്ന് സെയിമിലെ മൂർക്കൻ സെയിം തന്നെ അല്ലേ നല്ല വലിയ സ്ഥലത്താണ് ഇത് കടിച്ച കഴിഞ്ഞ് പിന്നെ ജീവൻ പിന്നെ ജീവിതം മായ നക്കിയത് പറയില്ല അവസ്ഥ ഇവിടെ നോക്കിയ എൻ്റെ അമ്മേ സാധനം പോണ പോക്ക് നോക്കി ഇവിടെ ഇവിടെയൊക്കെ തന്നെ ഓ അല്ലേ മുത്ത പാമ്പിന്റെ കളി അവിടെ തിരിഞ്ഞ പാമ്പ് ഇവിടെ തിരിഞ്ഞ പാമ്പ് പുറത്തേക്ക് വരെയുള്ള തന്ത്രപ്പാടിലാണോ ദൈവമേ നോക്കി കാണുമ്പോ തന്നെ എന്റെ പോലെ അല്ലേ നോക്കി കയറി കയറി ഇവിടെ എത്തി അതിന് പരാക്രമല്ലേ ഇതിനത് പരാക്രമണം രണ്ടിനും എന്താണെന്നറിയില്ല എന്റെ മക്കളെ പറ്റിയേ നോക്കിയത് കയറിയിട്ട് ഓട്ടയിലേ കഴിഞ്ഞു പിന്നെ പറയണ്ട ചത്ത് എന്ന് പറയാം ഇത് മൂർക്കന്നല്ലേ ഇത് സാധനം മൂർക്കനാ ഇത് പിടിക്കവര് നല്ല മൂർത്ത സാധനം ഇതൊന്നും അതൊക്കെ കണക്കന്നെ ചെയ്യാ മൂർക്കന്മാരുടെ ഒരു കളി
ഇവിടെ ഉണ്ട്. ഇവിടെ ഉള്ളത് മൂർക്കനാ. എല്ലാം മൂർക്കൻ. ഗൈസ്, സത്യം പറയുകയാണെങ്കിൽ 20 രൂപ വെള്ളത്തിലായി. ഒന്നുമില്ല കേട്ടാ. എന്തുട്ടല്ല ശരിക്കും സിംഹത്തിനും പുല്ലിനൊക്കെ നല്ലതിനൊക്കെ അവിടെ ഇട്ടിട്ട് ഇവിടെ ഈ ഉറക്കത്തിന് എണീക്കാൻ വയ്യാത്ത അറ്റങ്ങൾ വെടിയിട്ടേക്കുക. പൈസ പോയി. ചിലപ്പോൾ ലവേഴ്സിനൊക്കെ വരാൻ പറ്റുന്നുണ്ട് നടന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ. പക്ഷേ ഫാമിലിക്കൊന്നും വരാൻ പറ്റില്ല. ഒന്നുമില്ല കാണാനായിട്ട്. വെറും വേസ്റ്റായി. എന്തെങ്കിലും കഴിക്കാൻ 20 രൂപ ബിരിയാണി കഴിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഒരു 10 കിലോമീറ്റർ എത്രയുണ്ട്? ഇത് ഏക്കറുണ്ട് തോന്നുന്നുണ്ട്. എത്ര ഏക്കറുണ്ട്? 250 100 ഏക്കറുണ്ട് തോന്നുന്നു നടക്കാൻ. നടന്നു വയ്യാണ്ടായി. അപ്പോൾ പോട്ടെ ഗൈസ്. ഇനി വല്ല ഉപ്പിലിട്ടതാ വല്ലതും വൈദ്യുതിയൊക്കെ ഞാൻ കേട്ടിട്ടോ. ചെറിയ വീഡിയോ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.